പഴുത്ത മാങ്ങ ഇപ്പോൾ ധാരാളം ഉണ്ട്. അപ്പം പഴുത്ത മാങ്ങ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി മിക്സിയിൽ അത് അടിച്ച് വെള്ളമൊന്നും ചേർക്കാതെ മിക്സിയിൽ അടിച്ചതിന് ശേഷം കട്ടിയുള്ള ഉരുളിയിൽ അടുപ്പത്ത് വെച്ച് കുറുക്കിയെടുക്കുക. നല്ല കട്ടിയുള്ള പാത്രമാണ്, അടിയിൽ പിടിക്കത്തില്ല. അത് തവി കൊണ്ട് ഇളക്കി 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 അത് വറ്റിച്ചെടുക്കണം. വറ്റിച്ചെടുക്കുന്നതെന്ന് പറയുമ്പോൾ അതിൻ്റെ ജലാംശം, അതിലുള്ള ജലാംശമൊക്കെ പോകാൻ വേണ്ടിയാണ് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് കുറുക്കിയെടുക്കുന്നത്. അതിനുശേഷം 2 നാരങ്ങയുടെ നീരൂടെ അതിനകത്ത് ചേർക്കണം. നാരങ്ങയുടെ നീരൂടെ ചേർത്ത് ഒന്നുകൂടി ഇളക്കി 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 അത് കുറുകുന്നിടം വരെ ആക്കി തണുത്തതിന് ശേഷം ചില്ല് കുപ്പിയിൽ നിറച്ച് വെച്ചിട്ട് ടൈറ്റായിട്ട് വയ്ക്കുക. അത് ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിക്കുകയാണെങ്കിൽ 2 വർഷത്തോളം ഇരിക്കും. ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ 4 വർഷത്തോളം ഒക്കെ ഇരിക്കും. അത് നമുക്ക് സാധിക്കത്തില്ല, നമുക്ക് ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ അത് ആവശ്യാനുസരണം ഗസ്റ്റോ ആരെങ്കിലും വരികയാണെങ്കിൽ 1 സ്പൂണോ 2 സ്പൂണോ എടുത്ത് പഞ്ചസാരയും ചേർത്ത് ജ്യൂസാക്കി കൊടുക്കാം. ഇല്ലേ ഇതിൽ 2 സ്പൂൺ എടുത്ത് മിൽക്ക് മെയ്ഡ് ചേർത്ത് നല്ല ജ്യൂസ് അതുപോലെ തന്നെ ഉണ്ടാക്കാം. ഏത് രീതി വേണേലും എന്ത് വേണേലും ചെയ്യാം. ഇതിനകത്തുനിന്ന് ഒരല്പം എടുത്ത് മാങ്ങ ചമ്മന്തി വേണേൽ ഉണ്ടാക്കാം. അപ്പോൾ മാങ്ങ ഇല്ലാത്ത സമയത്ത് നമുക്ക് ഇത് ഉപയോഗപ്പെടും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അത് ടൈറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. സൂക്ഷിച്ചിട്ട് ആവശ്യാനുസരണം നമുക്കെടുത്ത് ഉപയോഗിക്കാം.